ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്തോടെ ചീനി നടാൻ പോകുന്നു. ചീനി കമ്പ് നടാൻ പോകുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി ചീനി നട്ടിട്ടുണ്ട്. അവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, 2, 3, 35 മൂട് ഞാൻ ഓൾറെഡി നട്ടിട്ടുണ്ട്. അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി 35 മൂട് നട്ടിട്ടുണ്ട്. പിന്നെ ഒരു എത്ര വീട് എടുത്തത്? ഒരു 10-15 വീട് എടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഉണ്ട് ഇങ്ങോട്ട്. ഞാൻ കുറച്ചൊരു 100 കമ്പ് നടന്നാണ് എൻ്റെ ഇന്നത്തെ ടാസ്ക്. മൊത്തം 100 ടോട്ടൽ എല്ലാം കൂടെ ചേർത്ത് നട്ടോടെ ചേർത്ത് 100 കമ്പ് ചീനി നടുക എന്നാണ് എൻ്റെ ഇന്നത്തെ ടാസ്ക്. സോ 30 തന്നെ ഓൾറെഡി ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇന്ന് നടും. അപ്പോൾ നിങ്ങൾക്ക് ചീനി എങ്ങനെ നടാൻ കാണിച്ചത്. ഇത് എൻ്റെതായ രീതിയിലാണ് നടുന്നത്. ഇതിനകത്ത് തെറ്റുകൾ കാണും. ഞാൻ പോയി ഇതിനെ കണ്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് എനിക്കായിട്ട് തോന്നിയിട്ട് ഞാനങ്ങ് ചെയ്യുന്ന ഗ്യാപ്പൊക്കെ ഇട്ട് ചിലപ്പോൾ ഞാൻ ആയിരിക്കത്തില്ല, വ്യത്യാസം കാണും. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയാം. ഓക്കെ, സോ നമുക്ക് വീഡിയോ എടുക്കട്ടെ. അല്ല വളരെ എടുത്തിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഈ മണ്ണിലിറങ്ങി പണി എന്ന് പറയുന്ന ഒരു പ്രത്യേക എനർജിയാണ്, ഒരു പ്രത്യേക വൈബാണ്. ആദ്യമൊക്കെ ഭയങ്കര മടുപ്പായിരിക്കും, പക്ഷെ പിന്നെ നമുക്ക് നമ്മൾ ഇന്ന് കുറച്ച് ചീനിക്കമ്പുകളൊക്കെ നടുകയാണ്. കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഈ വസ്തുവൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം. ഇങ്ങനെ കാട് കയറിയൊക്കെ കിടക്കും. അപ്പോൾ വിചാരിച്ച് ഇച്ചിരി ചീനിയൊക്കെ നടാം. വാഴയും തെങ്ങും തേക്കും എല്ലാം അങ്ങ് നട്ട് വളർത്താമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാനിങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല, മടിയാണ് മെയിൻ കാരണം. പിന്നെ ഇന്ന് വിചാരിച്ച് ഒന്ന് സഹായിക്കാം, കൂടെ നിന്ന് കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാന്ന്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന എന്തുവാ ഈ പോച്ചയൊക്കെ പിച്ചാന്നുള്ള കാര്യമാണ്. ഞാൻ പിച്ച് ബാക്കിയൊക്കെ കിടപ്പുണ്ട് ഗൈസ്. കാണാൻ പറ്റത്തില്ല. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ചെയ്യാമല്ലോ, അത് വിചാരിച്ച് ഇറങ്ങി. കൃഷി ചെയ്യുന്ന ഇഷ്ടപ്പെട്ടോ? കൃഷി നല്ലൊരു മടി പിടിച്ച അവിടെ ഞാൻ പറഞ്ഞു ഇയാള് പോയി ചെയ്യണേ, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാനൊക്കെ ഇങ്ങനെ പ്ലാൻ മടിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറിച്ചപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് തുടങ്ങിയതാ. സംഭവം കൊള്ളാല്ലേ? ഒന്ന് കണ്ടിന്യൂ ചെയ്തല്ലോ. നമുക്ക് എല്ലാ ഞായറാഴ്ച ഞാൻ ചെയ്യും ഓരോന്നോരോ നട്ടു വിടാം. പോച്ച മിച്ചാൻ വന്നാൽ ഇരുന്നിരുന്ന് അങ്ങ് കേടന്നാ ഇവിടെ. ഇവിടെ നിന്ന് ഉറങ്ങുമോ? ഇനി പുള്ളിക്കാരി ആദ്യമൊക്കെ മടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ താണ്ട് അതിൻ്റെ ഒരു എന്ത് പറയുന്നേ, ആദ്യമൊക്കെ എന്തോ പോലെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ താണ്ട് അതിൻ്റെ ഒരു ഹരം കിട്ടിയപ്പോൾ പുള്ളി ഇരുന്നൊക്കെ വെച്ചിരുന്ന് ബാക്കിയൊക്കെ ഉണ്ട്. ഇത് നല്ല വൃത്തിയൊക്കെ ഇട്ടിരുന്നേ കേട്ടോ. ഞാൻ നേരത്തെ ഒരാളെ നിർത്തി മൊത്തം പോച്ച് വൃത്തിയൊക്കെ എല്ലാം ഇട്ടിരുന്നത്. പക്ഷേ നല്ല മഴ പെയ്തപ്പോഴേക്കും വീണ്ടും പണി പാളി. സോ വീണ്ടും പോച്ചയൊക്കെ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പോച്ചത്തിനെക്കാട്ടി നല്ലത് കുഴി എടുത്തിട്ട് ചീനിക്ക് കമ്പ് നട്ടിട്ട് പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് ചെത്തിക്കളയാണ്. അതായിരിക്കും വൃത്തി. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. സോ ഇത് ഇത്രയും താഴോട്ടുണ്ട്. ഇവിടെ നമുക്ക് മൈക്കൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് സൗണ്ടിലൊക്കെ പോരായ്മയുണ്ടാവും ഇത് ചെയ്യുമ്പോൾ. കാര്യം നമുക്ക് മറ്റേ ഇത് ഇല്ല, സോറി കേട്ടോ, നമ്മളത്ര വലിയ ആൾക്കാരൊന്നുമില്ല. സോ നമ്മളൊക്കെ പിച്ച് വെച്ച് വരുന്നേ ഉള്ളൂ. ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊക്കെ അറിയട്ടെ. എന്തോ ആണെന്ന് അറിയത്തില്ല, ഞാനങ്ങനെ ഇല്ല. ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ്. ടോപ്പാവുകയോ വിജയിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങുക, ചെയ്യുക. ജയിച്ചാലും തോറ്റാലും ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനൊരു ദുഃഖം വരില്ലല്ലോ. നമ്മൾ ചെയ്യാഞ്ഞിട്ടാണ് നമുക്കൊന്ന് കിട്ടാൻ ചെയ്യുന്നത്. ഞാൻ ആ ഒരു ചിന്താധികാരണം. സോ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ നടും. ഇച്ചിരി പണിയുള്ള പണിയാണ്. ദേഹാനം കേട്ടോ. ആണോ മണ്ണ് വൃത്തിയാക്കി ചെറിയ കൂനിയൊക്കെ ആക്കിയിട്ട് ഓളൊക്കെ ഇട്ടിട്ട് മണ്ണിലേക്ക് ഉണ്ട് ഇഷ്ടം കേട്ടോ. ചീനിക്കമ്പിൻ്റെ കണ്ണൊക്കെ നോക്കിയാണ് ക്ലിച്ച് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഞാൻ അധികം പ്രസ് ചെയ്യുന്നില്ല, ഈര ഉള്ളതുകൊണ്ട്. ഇതേടെ കുറച്ചും കൂടെ കുഴി വേണ്ടേ? എൻ്റെ അറിവിൽ നമ്മളിത് വീണ്ടും ചിക്കുമല്ലോ ഒന്നുകൂടെ. അതായത് ഇത് ഇപ്പം കുഴിച്ച് വെച്ചിട്ടേ ഈ കുറച്ചുകൂടെ വളം ഇടുമ്പോൾ ഇതിൻ്റെ മൂടൊക്കെ ചിക്കി കൊടുക്കുമ്പോൾ ഇത് കയറി പോകുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. എത്രമാത്രം സത്യം എനിക്ക് അറിയത്തില്ല. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വിൽക്കാനൊന്നുമല്ലല്ലോ, നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി നടന്നില്ല. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ മൂടും അറിയണക്ക് നടുവാണ്. ഇതിൻ്റെ ഒരു മണ്ണിൽ വന്നിരിക്കുന്നു. മണ്ണിൽ വേണോ? മീൻ പിടിക്കാൻ പോകുന്നല്ലേ അച്ഛനോട് ചോദിക്കാം. മീൻ പിടിക്കാൻ മണ്ണിൽ വേണോ? അവളത്രയും പോച്ച അവിടെ ഉള്ളതുകൊണ്ട് വേണ്ട ഇത്രയും പോച്ച തീർന്നു കേട്ടോ. ഇല്ലേ പൊന്നാരി?
എൻ്റെ പുള്ളിക്കാരി കുറച്ച് പോച്ച അതിൻ്റെ ഇടയ്ക്കുന്നു അധ്വാനിക്കും കർഷകരാ പക്ഷെ കർഷക അല്ല അവിടെ എല്ലാം അവൾ കുറച്ച് പോച്ച ചെയ്തല്ല. ഞാൻ ഇങ്ങനെ ഓരോ നട്ട് വരുവാണ്. അല്ല ഇത്രയും പോച്ച ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അതിന് ചുറ്റും പോച്ച ആയതുകൊണ്ട് ഈ പോച്ച കുന്നുകൂടി കിടക്കുന്നത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ ഞങ്ങളുണ്ട് ഇത്രയും നട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു വരി നടാനുമുണ്ട്. അവൾ മടുത്ത്. എടേ പോച്ച ബാക്കി നാളെ പറിക്കാം നമുക്ക്. ഈ ബാക്കി നട്ടിട്ടങ്ങ് പോവും. ഒരാൾ മണ്ണിരയെ കണ്ടിട്ടുണ്ട്. അപ്പം മണ്ണിരയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. ഇതാണ് ഗായ്സ് മണ്ണിര. മണ്ണിര മണ്ണിൽ കളിക്കുന്നത് കിട്ടുന്ന സാധനമാണ് മണ്ണിര.